സമസ്തയുടെ വേദിയിൽ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല. ജാമിയ നൂറിയ സമ്മേളനത്തിൽ ഉദ്ഘാടകൻ രമേശ് ചെന്നിത്തലയാണ് എത്തിയത്. കഴിഞ്ഞ ജാമിയ സമ്മേളനത്തിൽ VD സതീശനായിരുന്നു ക്ഷണം ലഭിച്ചത്. എന്നാൽ ഇത്തവണ VD സതീശനെ തഴഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയാണ് സമസ്ത വിളിച്ചിരിക്കുന്നത്. യോഗത്തിന് മുൻപ് ചെന്നിത്തല ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ചെന്നിത്തല പാണക്കാട്ടെ തങ്ങൾ കുടുംബം വലിയ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന തങ്ങൾ കുടുംബമാണ് എന്ന് പറയുകയും ചെയ്തു. നമുക്ക് ആ പ്രതികരണം കണ്ടുവരാം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുമല്ലോ, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ജാമ്യയിൽ ഞാൻ ഇപ്പോഴല്ല, ഈ മാഷ് എന്നെ എല്ലാ തവണയും വിളിക്കാറുള്ളതാണ്. അമീദ് മാഷ് ആ എല്ലാ ചടങ്ങുകൾക്കും ഞാൻ വരാറുള്ള ഒരാളാണ്. ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. KT സ്വാലിഹ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ, NSS തഴഞ്ഞ SNDP തഴഞ്ഞ VD സതീശനെ സമസ്തയും തഴയുമ്പോൾ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടകനായി സമസ്തയുടെ വേദിയിലെത്തുന്നത്. ലീഗിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു രമേശ് ചെന്നിത്തല. ലീഗ് വക്താക്കളാകുമ്പോൾ മതേതര രാഷ്ട്രീയമാണ് പാണക്കാട് തങ്ങൾമാർ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് വാനോളം പുകഴ്ത്തുന്നുണ്ട് രമേശ് ചെന്നിത്തല. ഇവിടെ സംസാരിക്കേണ്ടത് VD സതീശന്റെ നിലപാടുകൾക്കെതിരാകുന്നു ലീഗിന്റെ നിലപാടുകൾ. അതിന്റെ ഒരു അസ്വാരസ്യങ്ങൾ ഈ സമസ്ത വേദിയിലും നമുക്ക് കാണാവുന്നതാണ്. വിനിഷ 5 6 തവണ 6ാമതോ ആയാണ് രമേശ് ചെന്നിത്തല പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പരിപാടിക്ക് എത്തുന്നത് എന്ന് അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ഇത്തവണ അതിന്റെ ഒരു പ്രത്യേകത NSSഉം SNDPയും പിന്തുണ നൽകിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ സമസ്തയുടെ EK വിഭാഗത്തിന് കീഴിലുള്ള പ്രമുഖ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ, അതിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെയാണ് ജാമിയ നൂരിയയുടെയും അധ്യക്ഷൻ. അതെല്ലാം വലിയ രാഷ്ട്രീയ പ്രാധാന്യം, കോൺഗ്രസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം ഈ ചടങ്ങിന് ഇന്ന് ഉണ്ടാവുകയായിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഇത് പതിവ് കൂടിക്കാഴ്ചയാണ്. ഈ പരിപാടിക്ക് വരുന്നതിന് മുന്നോടിയായിയാണ് ഇത്തരത്തിൽ ഒരു പല നേതാക്കളെയും കണ്ടത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വാലിഹ്, വ്യക്തമാണ്. രമേശ് ചെന്നിത്തല സമസ്ത വേദിയിലും NSSന്റെയും SNDPയുടെയും ക്ഷണത്തിന് പിന്നാലെ ആ വേദികളിലെത്തിയതിന് പിന്നാലെ സമസ്ത വേദിയിലും പാണക്കാട് തങ്ങൾ അധ്യക്ഷനായുള്ള ജാമിയ നൂറിയ കോളേജിന്റെ സമസ്ത വേദിയിലും രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി എത്തി എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു രാഷ്ട്രീയ മാനം. VD സതീശനെ തഴഞ്ഞാണ് രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ളത് എന്നും വസ്തുത.